ആത്മാഭിമാനം എന്നത് മനുഷ്യൻ്റെ ബേസിക് നീഡ്സിൽ പെടുന്ന ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും. ഇന്നത്തെ എൻ്റെ ഒരു ചിന്ത ഇതിലൂടെ കടന്നു പോകാൻ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ MD ആയ CJ റോയി സാറിൻ്റെ ആത്മഹത്യയാണ്. ആത്മഹത്യ എന്ന് ഞാൻ പറയില്ല, വെടിയേറ്റുള്ള മരണം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ വോയിസ് ഓഫ് ഫൻരാജിലേക്ക് സ്വാഗതം. ആരായിരുന്നു CJ റോയി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗുരുവായൂർ ജനിച്ച് ബാംഗ്ലൂരിൽ പഠിച്ച് ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്ത് 1997 അദ്ദേഹം ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനികളിലെല്ലാം വിട്ട് ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് കടന്നു വരികയും 2006 കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ MD ആയി പുതിയൊരു ബിസിനസ് സ്ഥാപനം സ്ഥാപിക്കുകയും ഇന്ന് 165ഓളം കെട്ടിട സമുച്ചയങ്ങൾ ഇന്ന് കേരളത്തിലും ലോകത്തിലുമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന അദ്ദേഹത്തിന്റെ വ്യാപാര ശൃംഖല ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അഭിമാനിയായ അദ്ദേഹത്തിന്റെ മരണം ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഒന്ന് ഉലച്ചിരിക്കുന്നതാണ്. ഈ കോൺഫിഡൻസ് എന്ന വാക്കിനർത്ഥം ആത്മവിശ്വാസം എന്നാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിനേറ്റ എന്തോ ഒരു ക്ഷതമായിരിക്കും അദ്ദേഹം ജീവൻ വെടിയേണ്ടി വന്നത്. ഞാൻ നിങ്ങളെ കുറച്ച് പിന്നിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. 2019 നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഭയങ്കരമായ വാർത്തയാണ്. 2019 കഫേ കോഫി ഡേ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഓണറായ BJ സിദ്ധാർത്ഥ്, അദ്ദേഹം ഇതുപോലെ തന്നെ ആദായ നികുതി വകുപ്പിന്റെ ആ ഭീഷണി മൂലം എന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെ വെയിഡ് മൂലം എന്ന് പറയാം, അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് സാമ്പത്തികമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മിക്കവാറും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതും ഇതേ ആത്മാഭിമാനത്തിന് ഏറ്റ ക്ഷതം തന്നെയാണ്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ആ ഒരു സ്ഥാപനം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് എപ്പോഴും മനുഷ്യൻ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റപ്പോൾ മനുഷ്യൻ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഒരുപക്ഷെ CJ റോയി സാറിന് അനുഭവിച്ചതും ഇതേ ആത്മാഭിമാനത്തെ ക്ഷതമാണ്. ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പ് കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 36ാമത്തെ വയസ്സിൽ എയറോപ്ലെയിൻ വാങ്ങിച്ചൊരു വ്യക്തിയാണ്. ₹1 കടമില്ലാതെ. ഞാനിന്ന് മനസ്സിലാക്കുന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഒരു ലോൺ പോലും ഇല്ലെന്നാണ് കേട്ടുകേൾവി. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ അനാവശ്യമായ റെയ്ഡുകളും കാര്യങ്ങളും വരുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക സംഘർഷമുണ്ട്. എൻ്റെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിമാനത്തിലേക്കുന്ന ഒരു ക്ഷതം. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ തോന്നുന്നു. ഈ ആത്മാഭിമാനം വിറ്റ് ജീവിക്കുന്നവരുണ്ട് കേട്ടോ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പോലെ വിജയമല്ല. അദ്ദേഹം ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇത്തരം ഒരു കേസ്, ഇതുപോലത്തെ ഒരു കേസ് വന്നപ്പോൾ തന്നെ അദ്ദേഹം ഇവിടുത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അദ്ദേഹം സാമ്പത്തികമായിട്ട് അദ്ദേഹം മറ്റു രാജ്യത്ത് പോയി ജീവിക്കുക. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ 90% പാവപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ ഈ ആത്മാഭിമാനമുള്ള ആൾക്കാരും ഉണ്ട്. എന്നാൽ പറഞ്ഞാൽ 10% ഇതുപോലത്തെ മോശമായി ചിത്രീകരിക്കുന്നവരോ. ഞാൻ മറ്റൊരു വിഷയം കൂടി പറയും, ഇതിൻ്റെ കൂടെ ചേർത്തൊരു വിഷയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നികുതി ഭീകരത നിങ്ങൾ കേട്ടിട്ടുള്ളൂ. തീർച്ചയായും നിങ്ങൾ കേൾക്കേണ്ട ഒരു വാക്കാണ് നികുതി ഭീകരത. ഈ BJ സിദ്ധാർത്ഥ് സാറിന്റെ ആത്മഹത്യയോടുകൂടി ചേർന്നൊരു വാക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ED അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പ് ഇങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ അധികാരം ഉപയോഗിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും നമ്മുടെ ഈ രാജ്യത്തുണ്ട്. പല രീതിയിലുള്ള ഭീഷണികൾ ഉണ്ടാകുന്നു. രാഷ്ട്രീയക്കാരെയും സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള നല്ല ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവരെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. രാഷ്ട്രീയക്കാരെ എങ്ങനെ ഉപയോഗിക്കുന്നറിയോ? ഇത്തരം ഭീഷണികളിലൂടെ അവരുടെ രാഷ്ട്രീയം വിട്ട് ഇവരുടെ രാഷ്ട്രീയത്തിലേക്ക് ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും തിരിച്ച് ഈ പറയുന്ന ജോലി ബിസിനസ് സ്ഥാപനങ്ങൾ ചെയ്യുന്നവരെ ഇതേപോലെ ഭീഷണിപ്പെടുത്തി അവരുടെ സാമ്പത്തിക ചൂഷണവും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായി ഇതിലൊക്കെ വീഴുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നത്, ഈ ആത്മാഭിമാനത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു കാര്യം കൂടി പറയാതെ വിടുന്നത് ശരിയല്ല. ദീപക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബസ്സിൽ വെച്ചുണ്ടായ ആത്മാഭിമാന ക്ഷതത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ. അതുകൊണ്ട് ദയവായി ഞാൻ പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തിൽ കൈകടത്താതെ സ്വന്തം ആത്മാഭിമാനത്തിന്റെ ഒരു ഇതിനു വേണ്ടി ജീവിക്കാൻ നോക്കാം. നിങ്ങൾക്കുള്ള ആത്മാഭിമാനം പോലെ തന്നെയാണ് മറ്റുള്ളവർക്കുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ കൈകടത്താതെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.